ഞാനിവിടെ ഇല്ലാതെ പോയല്ലോ. ഒരു നോക്ക് കാണാൻ കൂടി കഴിഞ്ഞില്ല. ആ ഐദ്രോസിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിരുന്നു നിങ്ങള്? 7,000 വാങ്ങിയിരുന്നു. അതിപ്പം 70,000 ആക്കി. ഇത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ കൊടുക്കണത്ര. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ലെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ആ പ്രയാസം താങ്ങാൻ കഴിയാതെയാണ് ഒരു പോയത്. ഇന്നലെ രാത്രി അയാൾ വന്നിരുന്നു. അയാളുടെ നോട്ടവും ഭാവവും കാണുമ്പോ പേടിയാവാ. നിഷാദിനെയും കാണുന്നില്ല. എന്ത് പറ്റിയോ ആവോ? ഓനൊരു കോടതി കാര്യത്തിന് വേണ്ടിയിട്ട് എറണാകുളം പോയതാത്രേ. വന്നിക്കണാവോ? ഏതായാലും ഞാനൊന്ന് പോയി കാണട്ടെ. ഓൻ എന്നെ സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കട്ടെ. ഓൻ സമ്മതം മൂളിയ ഇരു ചെവി അറിയാതെ എളുപ്പം നടത്തണം നമ്മക്കത്. ആ ഹിമാറിന്റെ കയ്യിൽ നിന്ന് കഴിച്ചലാവാൻ ഇതേ ഒരു മാർഗമുള്ളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നിഷാദ് അവിടെ ഉണ്ടായാൽ മതി. ആജിയാരെ, ആ വിളയേറ്റ പണം എനിക്ക് നാളെ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ മറ്റന്നാൾ ഞാനവിടെ കയറി പൊറുക്കാൻ തുടങ്ങും. പിന്നെ നിങ്ങളല്ല ഏത് വലിയ തമ്പുരാൻ പറഞ്ഞാലും ഈ ഐദ്രോസ് കേൾക്കൂലട്ടോ. ഐദ്രോസേ, ഈ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. പണം തരാനുള്ള അവസാന തീയതി ഇന്ന് വൈകുന്നേരം ഞാൻ പറയാം. മോനെ, അന്നെ അർജന്റായിട്ട് കാണാനാ നമ്മൾ വന്നത്. നമ്മളെ കാതർക്ക മരിച്ചത് അറിഞ്ഞില്ലേ? അറിഞ്ഞു. എനിക്ക് വരാൻ കഴിഞ്ഞില്ല. ഒരാളെ ജാമ്യത്തിലെടുക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. ഇന്ന് രാവിലെയാണ് എറണാകുളത്ത് നിന്ന് എത്തിയത്. ആചാര്യ, നിങ്ങൾ കാര്യങ്ങൾ പറയ്. മോനെ, അന്നോട് മുമ്പൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നില്ലേ? കാതറാക്കാന്റെ മോളുടെ കാര്യം. ആ കുട്ടിക്ക് അന്ന ജീവനാ. അനക്ക് ആ കുട്ടീനെ ഇഷ്ടല്ലേ? ഇഷ്ടമാണ്. എന്നാ ഈ ആ കുട്ടിക്ക് ഒരു ജീവിതം കൊടുക്ക്. പടച്ചോന്റെ എല്ലാ അനുഗ്രഹങ്ങളും എനക്കുണ്ടാവും. ഐറ്റിങ്ങളിപ്പോ ശരിക്കും അനാഥരായി. ആ ഐദ്രോസിനോട് വാങ്ങി 7,000 ഉറുപ്പ്യ ഓൻ കള്ളക്കണക്ക് എഴുതി 70,000 ഉറുപ്പ്യയും അതിന്റെ പലിശയും നാക്കി. ആ കടം മോളാ ഏറ്റിക്കണത്. ആ പേരും പറഞ്ഞ് ആ കള്ള ഹമുക്ക് ഐദ്രോസ് ഏത് സമയം അവിടെ കേറി ഇറങ്ങലാ. വരുന്ന വഴിയിൽ വെച്ച് ഞങ്ങൾ ഐദ്രോസിനെ കണ്ടു. ഏറ്റ പണം നാളെ കൊടുത്തില്ലെങ്കിൽ മറ്റന്നാൾ അവൻ അവിടെ കയറി പൊറുക്കാൻ പോവുകയാണത്രേ. ഓൻ അങ്ങനെ ചെയ്യും. മൂർഖനാണോൻ. ഇനി ഓൾ ആ പണം കൊടുത്താൽ തന്നെ ആ കുട്ടീനെ ഓൻ വെറുതെ വിടുവോ? ഓക്ക് ഓൻ എന്നും ഭീഷണി തന്നെയാണ്. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ ആർക്കും എന്തു ആവാലോ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ എന്നെ പറയ്. എന്നിട്ട് വേണം ഓനോടൊരു തീയതി പറയാൻ. 15-ാം തീയതി രാവിലെ ഞാൻ വരും. അവരോട് ഒരുങ്ങി നിൽക്കാൻ പറയാം. മോനെ, ഈ കാര്യമായിട്ട് തന്നെയാണോ പറയണത്? അതെ, ഞാൻ വരും. കർത്താവേ, 15-ാം തീയതിക്ക് ഇനി 2 ദിവസമേ അല്ലേ ഉള്ളൂ. എത്രയും വേഗം ആ കുട്ടിയുടെ കല്യാണം നടത്തണം. അതാ ഞമ്മക്ക് വേണ്ടത്. അല്ല മോനെ, അന്റെ വീട്ടുകാർക്ക് വന്ന് കാണുമൊന്നും വേണ്ടേ? വേണ്ട. എന്നാ പിന്നെ അധികം ആരോടും പറയണ്ട. രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കല്യാണം നടത്താം. അപ്പോ ഐദ്രോസിനോട് ഡേറ്റ് 16-ാം തീയതി പറയാല്ലേ? 15-ാം തീയതി ഇവരുടെ നിക്കാഹ് കഴിഞ്ഞാൽ ഓള് പോവുമല്ലോ. 16-ാം തീയതി ഐദ്രോസിന് പൈസയും കൊടുക്കാം. പിന്നെ ഓൻ മുണ്ടൂല. നമുക്ക് ഇറങ്ങല്ലേ ബേബിയെ? ഇനി ഇരിക്കാൻ സമയമില്ല. വെറും കൈയോടെ ഓളെ ഇറക്കി വിടാൻ പറ്റുമോ? ഞങ്ങൾ ഇറങ്ങട്ടെ. മോനെ, 15-ാം തീയതി ഈ ഉറപ്പായിട്ടും വരൂലേ? വന്നില്ലെങ്കിൽ 16-ാം തീയതി ഐദ്രോസ് അവിടെ കയറി പൊറുക്കാൻ തുടങ്ങും. അങ്ങനെ സംഭവിച്ചാൽ പള്ളിപ്പറമ്പിൽ 4 കുഴിയും കൂടി കുത്തേണ്ടി വരും. നിങ്ങളുടെയൊക്കെ നല്ല മനസ്സുള്ളപ്പോൾ നല്ലതേ നടക്കൂ. നിഷാദ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 15-ാം തീയതി അവിടെ എത്തും. നിങ്ങൾ ധൈര്യമായി പോയിക്കൊള്ളൂ. റജീനയോട് പെട്ടെന്ന് റെഡിയാക്കാൻ പറയേ. ആ നിഷാദ് ഇപ്പൊ ഇങ്ങെത്തും. അവരിവിടുന്ന് പോയിട്ട് ഐദ്രോസ് ഈ വിവരം അറിയാൻ പാടുള്ളൂ. അവര് പോയതിന്റെ പിന്നാലെ ഒരു വണ്ടി എടുത്ത് നമുക്ക് അങ്ങ് പോകാം. ആചാര്യ ഇപ്പൊ ഇങ്ങെത്തും. ആ, എന്നാ വേഗം നോക്ക്. എന്നോട് വേഗം ഒരുങ്ങാൻ പറഞ്ഞു. ഉമ്മ,
ബാപ്പ മരിച്ചിട്ട് അധികം ആവുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അതൊന്നും വിചാരിച്ച് ഈ വിഷമിക്കണ്ട. മൂപ്പർക്ക് ഇതൊന്നും നടന്നു കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. ഇതൊന്നും കാണാനുള്ള ഭാഗ്യം ഇത് കണ്ടുപോയല്ല. താത്ത, ഞാൻ പോവാണ്. എനിക്ക് സങ്കടമുണ്ടോ? എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇത്രയും കാലം ഈ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചില്ലേ, ഇനി നിനക്ക് നല്ലൊരു ജീവിതം കിട്ടണം. എന്റെ സൂക്കടൊക്കെ മാറിയില്ലേ, ഞാൻ ഇനി ഉമ്മാനെ നോക്കിക്കോളാം, മുത്തുമോളെ ഞാൻ നോക്കിക്കോളാം. അത് ശരിയാണ് ഉമ്മച്ചി. നിഷാദ് കാക്കയ്ക്ക് നമ്മൾ ബുദ്ധിമുട്ട് കൊടുക്കാൻ പാടില്ല. ഞാനിവിടെ നിന്നോളാം. അത് സാരല്ല, നിഷാദിന് ഈ ഒരു ബുദ്ധിമുട്ടാവില്ല. എന്നാ തുണിയൊക്കെ ഇതിൽ മടക്കി വെച്ചിട്ടുണ്ട്. മോളെ, ഹൈദ്രോസ് എത്തി. ഇനി എന്താണ് ചെയ്യുക? പഠിച്ചോനെ, എന്റെ കുട്ടീനെ നീ കണ്ണീര് കുടിപ്പിക്കല്ലേ. എടാ, നിങ്ങളെന്താ ചെയ്യേണ്ടെന്നറിയോ? ഓള് പുറത്തിറങ്ങിയ ഓളെ പിടിച്ച് വണ്ടി കിടണം. ബാക്കി കാര്യം ഞാനേറ്റൊന്ന്. ഐദ്രോസ് എങ്ങനെയോ മണത്തറിഞ്ഞ് വന്നിക്കണ്. ഓൻ എന്തെങ്കിലും കിബറ് കാട്ടിയാ പിന്നെ ഒന്നും നോക്കണ്ട, പിടിച്ച് പെരുമാറിക്കോളി. അജയരെ, നിങ്ങളൊന്ന് മൂളിയാ മതി, ബാക്കി ഞങ്ങളേറ്റു. പഠിച്ചോനെ, അപ്പോ ഓനെന്താ ഈ നേരത്ത്? ഇപ്പൊ നിഷാദം വരുമല്ലോ. ഈ റെജീന ടീച്ചർ വീടേതാ? ആ കാണാണ്. അല്ല, നിങ്ങളാരാ? ഞാൻ റെജീനയുടെ ഭർത്താവ്. ഇനി ഞമ്മക്ക് പണിയില്ല. ഓളെ കെട്ടിയവനാ വന്നിരിക്കുന്നത്. ഇനി അവര് തമ്മിലായിക്കോളും. വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായി? ഇല്ല. വരൂ, റജീനയെ കാണാം. ഇല്ല, ഞാനില്ല. അവൾക്കെന്നെ വെറുപ്പായിരിക്കും. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വരൂ ഹാജരെ, നിങ്ങളും വരൂ. ഈ മനുഷ്യനെ ഓർമ്മയില്ലേ? നിങ്ങൾ തമ്മിൽ കുറച്ചു കാലമേ ജീവിച്ചിരുന്നെങ്കിലും അത് മറക്കാൻ പറ്റുമോ? ഇപ്പോഴും നിന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ് അബു. ഈ ചെയ്ത ഒട്ടും ശരിയായില്ല നിഷാദേ. അന്നെ സ്നേഹിച്ച് ഈ വരുന്നതും നോക്കി ഒരുങ്ങി കാത്തിരുന്ന ഓളെ വഞ്ചിക്കായി ചെയ്തത്. ഒറ്റ രാത്രി കൊണ്ട് ഭാര്യനെ പിഴച്ചോളന്ന് മുദ്ര കുത്തി നടു റോട്ടിക്ക് ഇറക്കി വിട്ടോനാവാൻ. ഇപ്പോഴും ഓളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ 6-7 കൊല്ലക്കാലത്തിനിടക്ക് ഈ കുട്ടീനെയും തള്ളേനെയും കാണാൻ ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടോ അവൻ? അത് ചെയ്യാത്ത ഇവന് വേണ്ടി ഈ വാദിക്കാൻ വരണ്ട. ഹാജരെ, അന്യന്റെ ഭാര്യയെ നോക്കുന്നത് പോലും പാപമാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? റജീന എന്നെ ഇഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് അവളുടെ ഭർത്താവിനെ പറ്റിയാണ്. അവളെ സ്വീകരിക്കുന്നതിന് മുമ്പ് അവളുടെ ഭർത്താവിനെ കണ്ട് നിരപരാധിത്വം പറയണം. ഇയാളത് മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവളെ സ്വീകരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അബുവിനെ കാണാൻ നാട്ടിലേക്ക് പോയത്. ഇവിടെ എവിടെയോ അബു എന്ന് പറഞ്ഞ ഒരാൾ താമസിക്കുന്നുണ്ടല്ലോ, അയാളൊന്ന് കാണാൻ പറ്റുമോ? ഏതബുവാ? മരിച്ച സൈനത്താന്റെ മകനാ? അതെനിക്കറിയില്ല. അബുവിന്റെ ഭാര്യയുടെ പേര് റജീന എന്ന്. അവരിപ്പോ പിണക്കത്തില്ല. ആ, സൈനാത്താന്റെ അബു. ഓന്റെ ദോസ്ത. ഓനിപ്പോ ജയിലില്ല. ജയിലിലോ?
അതെ. അബു ജയിലിലാവാൻ എന്താ കാരണം? അത് വലിയൊരു കഥയാണ്. അബു, ഞാൻ കേട്ടത് ശരിയാണോ? ഇജ്ജ് രജനാനെ ഒഴിവാക്കിയോ? നിനക്ക് തെറ്റ് പറ്റിപ്പോയടാ. രജന ഒരു പാവമായിരുന്നു, പവിത്രതയുള്ളവളായിരുന്നു. നിന്റെ ഉമ്മയാണ് തെറ്റുകാരി. നിന്റെ ഉമ്മയെ തിരക്കി പലരും അവിടെ വരാറുണ്ടായിരുന്നു. ഒരു ദിവസം രജന ഇത് കണ്ടു. നിന്റെ ഉമ്മ അവളെ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാണ് അവൾ നിന്നോട് ദൂരേക്കൊന്നും ജോലിക്ക് പോവരുതെന്ന് പറഞ്ഞത്. ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. നിനക്കെങ്കിലും എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു? എങ്ങനെയാടാ സ്വന്തം ഉമ്മ തെറ്റ് ചെയ്യുന്നൊരു മകനോട് പറയാ? എങ്ങോട്ടാ ഈ നിങ്ങളൊരു ഉമ്മയാണോ? എന്റെ ജീവിതം തകർത്തില്ല നിങ്ങള്? ഈ ആൾക്കാരെന്തെങ്കിലും പറയണ കേട്ട് എന്നോട് തിരക്ക് കൂടാൻ വരണ്ട. ഒരു മകനായി എനിക്ക് ഇതെങ്ങനെ സഹിക്കാൻ കഴിയും? ഇത്രയും കാലം നിങ്ങൾ ഇങ്ങനെയല്ലേ ജീവിച്ചത്? അതിനിടയിൽ ഒരു മകനുള്ളതും അവൻ വളർന്നതും നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പോഴെങ്കിലും ഇതൊക്കെ നിർത്തിക്കൊണ്ടിരുന്നോ? മതിയടാ. നിന്റെ തന്ത നിന്നെ വിട്ടിട്ട് പോകുമ്പോ നിനക്ക് വയസ്സ് 2. പിന്നെ നിന്നെ നോക്കി വളർത്താൻ ഞാൻ കുറച്ചൊന്നുമല്ല കഷ്ടപ്പെട്ടത്. ആ ഈ എന്നെങ്ങനെ പറയണം? അവരില്ലാത്തൊരു ജീവിതം എനിക്കിനി വേണ്ട. പാപം കൊണ്ട് കെട്ടിപ്പടുത്ത ഈ വീട്ടിലിനി ഞാൻ ജീവിക്കില്ല. മോനെ, നീ പോവല്ലേടാ, പോവല്ലേ? അപ്പോ, മോനെ. എടാ പാവി, സ്വന്തം തളനെ തന്നെ തള്ളിട്ട് കൊന്നില്ലടാ. അബുവിന്റെ മാന കൊന്നേ, അബുവിന്റെ മാന കൊന്നേ.